Next, chapter 2, rotational motion. അപ്പോൾ ചാപ്റ്റർ 1 നമ്മൾ ഫിസിക്സിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ഒക്കെ ആയിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ചാപ്റ്റർ റൊട്ടേഷണൽ മോഷൻ ആണ്. ഫസ്റ്റ് ഒരു എക്സസൈസ് ആണ് കൺസെപ്ച്വൽ ലേണിംഗ് 2.1. Classify the motion of bodies given below into different categories. First one, a train moving on a straight trail track. അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കിൽ ഒരു ട്രെയിൻ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് മോഷൻ ആണ്? അതായത് സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനൊക്കെ വൺ ഡയമെൻഷണൽ മോഷൻ എന്നാണ് പറയുക. ട്രാൻസ്ലേഷണൽ മോഷൻ ആണത്. ഒരു ഭാഗത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ്ലേഷണൽ മോഷൻ, അല്ലെങ്കിൽ ലീനിയർ മോഷൻ, അല്ലെങ്കിൽ ലീനിയറിൽ തന്നെ വൺ ഡയമെൻഷണൽ മോഷൻ എന്നൊക്കെ അതിനെ പറയാം. ഈ ട്രെയിൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രാക്കിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ. സെക്കൻഡ് വൺ എ സ്പിന്നിങ് വീൽ, അതായത് ഒരു വീല് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒരു റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ ഒരു സർക്കുലാർ മോഷൻ എന്നൊക്കെ അവിടെ നമുക്ക് പറയാം. തേർഡ് വൺ ദ എർത്ത് റിവോൾവിങ് അറൗണ്ട് ദ സൺ, അത് റൊട്ടേഷണൽ മോഷൻ ആണ് അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ. നെക്സ്റ്റ് ഫോർത്ത് വൺ സ്വിങ്ങിങ് ഓഫ് പെൻഡുലം, അതായത് ഒരു പെൻഡുലം സ്വിങ് ചെയ്യുന്നത്, ആടുന്നത്, അതൊരു ഓസിലേഷൻ ആണ്. അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഷൻ ആണ് ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയാം, അതായത് ഒരു ഓസിലേഷൻ. ആൻഡ് ഫിഫ്ത്ത് വൺ ദ മോഷൻ ഓഫ് എ സ്ട്രിങ് ഓഫ് എ ഗിറ്റാർ, അതും ഒരു ടൈപ്പ് ഓഫ് ഓസിലേഷൻ ആണ്. ഗിറ്റാറിന്റെ സ്ട്രിങ്, അതിന് നമ്മൾ വൈബ്രേഷൻ എന്നാണ് കൂടുതൽ ആപ്റ്റായിട്ട് പറയുന്ന വാക്ക്. അതായത് ആ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അപ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ അവിടെ വൈബ്രേഷൻ. അപ്പൊ പലതിലും പല ടൈപ്പ് ഓഫ് മോഷൻ ആണ്. ലീനിയർ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, സർക്കുലാർ മോഷൻ, ഓസിലേഷൻ, വൈബ്രേഷൻ എന്നെല്ലാം നമുക്ക് പേര് വിളിക്കാം. ബേസിക് ടൈപ്സ് ഓഫ് മോഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അതാണ് നെക്സ്റ്റ് ടോപ്പിക്. എവ്രിതിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് മൂവിങ് ആൻഡ് ഇവോൾവിങ്. യൂണിവേഴ്സിലുള്ള എല്ലാതും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതനുസരിച്ച് ഓരോ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. There are basically 4 different types of motion. 4 different types of motion ആണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന് ട്രാൻസ്ലേഷണൽ മോഷൻ, അതായത് സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനെയാണ് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ റൊട്ടേഷണൽ മോഷൻ, അതായത് കറങ്ങുന്ന മോഷൻ. ദെൻ തേർഡ് വൺ ഓസിലേറ്ററി മോഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഊഞ്ഞാലാടുന്നത്, ഒരു പെൻഡുലം ആടുന്നത്, അതെല്ലാം ഓസിലേഷൻ ആണ്. ഒരു പെൻഡുലം ക്ലോക്കിന്റെ പെൻഡുലം ആടുന്നത്, നമ്മുടെ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റിൽ പെൻഡുലം ആടുന്നത്, എല്ലാം ഓസിലേഷൻസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും, ടു ആൻഡ് ഫ്രോ. ആൻഡ് റാൻഡം മോഷൻ. റാൻഡം മോഷൻ എന്ന് പറഞ്ഞാൽ ഓർഡർ ഒന്നും ഇല്ലാതെ എങ്ങോട്ട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉള്ള മോഷന് റാൻഡം മോഷൻ എന്നും വിളിക്കാം. അപ്പൊ ഈ 4 ടൈപ്പ് മോഷൻ ആണ് വളരെ ബേസിക് ആയിട്ട് വരുന്നത്. അതിൽ ഓരോന്നും നമ്മൾ നോക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ ട്രാൻസ്ലേഷണൽ മോഷൻ. Translational motion is a motion in which the location of an object changes with time. അതായത് ടൈമിനനുസരിച്ച് ഒരു ബോഡിയുടെ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ട്രാൻസ്ലേഷണൽ മോഷൻ. അതാണ് ഡെഫിനിഷൻ. മോഷൻ ഇൻ വിച്ച് ദ ലൊക്കേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ചേഞ്ചസ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് മാറുന്നതാണെങ്കിൽ. The translational motion can again be classified into 2 types. 2 type ആയിട്ട് classify ചെയ്യാം. First one rectilinear motion and curvilinear motion. 2 type of ട്രാൻസ്ലേഷണൽ മോഷൻസ് ആണുള്ളത്. ഒന്ന് റെക്റ്റിലീനിയറും ഒന്ന് കർവിലീനിയറും. അപ്പൊ റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ഇൻ റെക്റ്റിലീനിയർ മോഷൻ ദ ഒബ്ജക്റ്റ് മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അതിനെ നമ്മൾ ലീനിയർ മോഷൻ എന്നും പറയും. അതായത് ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് റെക്റ്റിലീനിയർ മോഷൻ ആണ്.
അത് ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ ആണ്. ഇനി കർവ്ലിനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ in which the body object moves along a curved path, ഒരു കർവ് ചെയ്ത, അതായത് ഒരു വളഞ്ഞ പാത്തിലൂടെ പോവാണെങ്കിലും അത് ട്രാൻസ്ലേഷണൽ മോഷൻ ആണ്. പക്ഷേ അവിടെ അത് കർവ്ലിനിയർ ട്രാൻസ്ലേഷണൽ മോഷൻ ആണ്. അപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റെക്റ്റിലീനിയറും കർവ്ലിനിയറും. റെക്റ്റിലീനിയർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മോഷനെയാണ് റെക്റ്റിലീനിയർ മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്നും പറയാറുണ്ട്. കർവ്ലിനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു കർവ്ഡ് പാത്ത്, ഒരു വളഞ്ഞ പാത്തിലൂടെ ട്രാവൽ ചെയ്യുന്നതിനെയെല്ലാം കർവ്ലിനിയർ മോഷൻ എന്ന് പറയാം. Circular motion is a special type of curvilinear motion in which an object moves along a circular path. അപ്പോൾ ഒരു വളഞ്ഞ പാത്തിലൂടെ പോകുന്നതിനെയാണ് കർവ്ലിനിയർ മോഷൻ എന്ന് പറഞ്ഞത്. ഫുൾ വളവാണെങ്കിൽ നമുക്കതൊരു സർക്കുലാർ പാത്താണ് ആ മോഷൻ എന്ന് പറയാം. അപ്പോൾ അത് സർക്കുലാർ മോഷൻ ആണ്. അപ്പോൾ കർവ്ലിനിയർ മോഷൻ ഒരു കേസ് ആണ്, ഒരു സ്പെഷ്യൽ കേസ് ആണ് സർക്കുലാർ മോഷൻ. ഓക്കെ, കർവ്ലിനിയർ എന്ന് പറഞ്ഞാൽ ഒരു വളഞ്ഞ പാത്ത് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഫുൾ വളഞ്ഞിട്ട് ഒരു സർക്കിൾ ആകൃതിയിലാണ് ആ മോഷൻ എങ്കിൽ ആ കർവ്ലിനിയർ മോഷനെ നമുക്ക് പറയാം അതൊരു സർക്കുലാർ മോഷൻ ആണെന്ന്. അപ്പോൾ സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കർവ്ലിനിയർ മോഷൻ. കർവ്ലിനിയർ മോഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ മോഷന്റെ ഒരു ടൈപ്പിന് പറയുന്ന പേരാണ്. In translational motion, all objects are considered as point masses. അതായത് എല്ലാ ഒബ്ജക്റ്റുകളും ഓരോ പോയിന്റ് മാസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് എല്ലാ ഒബ്ജക്ട്സും ഓരോ പോയിന്റുകളിൽ ഇരിക്കുന്നതായിട്ടാണ് ഇമാജിൻ ചെയ്യുന്നത്. അതിനൊരു മാസും ഉണ്ട്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, അതായത് ട്രാൻസ്ലേഷണൽ മോഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് മോഷൻ ഓഫ് എലിവേറ്റേഴ്സ് ഇൻ ബിൽഡിങ്സ്. അതായത് എലിവേറ്ററുകൾ, ലിഫ്റ്റ് ബിൽഡിങ്സ്, ലിഫ്റ്റിന്റെ മോഷൻ, അതായത് താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും, അത് നമുക്കൊരു റെക്റ്റിലീനിയർ മോഷൻ ആയിട്ട് പറയാം. ട്രാൻസ്ലേഷണൽ മോഷന്റെ ഒരു ടൈപ്പാണ് റെക്റ്റിലീനിയർ മോഷൻ. സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനെയാണ് റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ബിൽഡിങ്ങിലെ ഒരു എലിവേറ്റർ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എലിവേറ്റർ എന്നുള്ള വാക്കിനേക്കാളും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ലിഫ്റ്റ് ആണ്. അപ്പോൾ ആ ലിഫ്റ്റ് മുകളിലേക്കും താഴേക്കും എല്ലാം സഞ്ചരിക്കും. അപ്പോൾ അതിന്റെ മോഷൻ എന്ന് പറയുന്നത് റെക്റ്റിലീനിയർ മോഷൻ ആണ്. സെക്കൻഡ് വൺ, ദ മോഷൻ ഓഫ് എ ബാസ്കറ്റ് ബോൾ ഇൻടു ദ ബാസ്കറ്റ്. ഒരു ബാസ്കറ്റ് ബോള് പ്ലെയർ ബാസ്കറ്റിലേക്ക് ഇടുകയാണ്. അപ്പോൾ ആ ബോള് മുകളിലേക്ക് പൊന്തി പിന്നെ കർവ് ചെയ്ത് താഴേക്ക് വീഴണം. അതായത് ഒരു കർവ്ഡ് പാത്ത് സഞ്ചരിക്കണം. അപ്പോൾ അത് കർവ്ലിനിയർ മോഷന് എക്സാമ്പിൾ ആണ്. കർവ്ലിനിയർ മോഷനും ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ ആണ്. ആൻഡ് തേർഡ് വൺ, മോഷൻ ഓഫ് സാറ്റലൈറ്റ്സ് അറൌണ്ട് ദ എർത്ത്. നമുക്കറിയാം പ്ലാനറ്റ്സിന് ചുറ്റും സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എർത്തിന് ചുറ്റും പല സാറ്റലൈറ്റ്സും റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാറ്റലൈറ്റ്സിന്റെ ആ ഒരു മോഷൻ സർക്കുലാർ മോഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ ആണ്. നെക്സ്റ്റ് കാറ്റഗറി, റൊട്ടേഷണൽ മോഷൻ. Rotational motion is a motion in which the objects spin around an axis and the location of the object does not change with time. അതായത് is a motion in which the object spins around an axis. ഒരു ആക്സിസിന് ചുറ്റും ഒബ്ജക്ട്സ് സ്പിൻ ചെയ്യുക, അതായത് അതിന്റെ അച്ചുതണ്ടിൽ കിടന്ന് കറങ്ങുക. ആൻഡ് ദ ലൊക്കേഷൻ ഓഫ് ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അതായത് അതിന്റെ ലൊക്കേഷൻ ടൈമിനനുസരിച്ച് മാറുന്നില്ല. ട്രാൻസ്ലേഷനിലാണെങ്കിൽ എന്തായിരുന്നു, ലൊക്കേഷൻ ഓഫ് എൻ ഒബ്ജക്ട് ചേഞ്ചസ് വിത്ത് ടൈം ആണ്. ടൈമിനനുസരിച്ച് മാറുന്നതിനെയാണ് ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയാം. റൊട്ടേഷണൽ മോഷനിലെ ടൈമിനനുസരിച്ച് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുന്നില്ല.
The rotational motion is always associated with rigid extended bodies. During rotational motion, each particle constituting the rigid body undergoes circular motion. Hence, circular motion and rotational motion are closely related. Okay, അതായത് rotational motion is always associated with the rigid extended bodies. നല്ല rigid ആയിട്ടുള്ള extension, അതായത് ഇത്തിരി വലിയ ബോഡീസിനാണ് rotational bodies motion എന്ന് പറയാ. സാധാരണ ഡ്യൂറിങ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത്, അതായത് മിക്കവാറും കാണുന്നത് ഡ്യൂറിങ് റൊട്ടേഷണൽ മോഷൻ ഈച്ച് പാർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ റിജിഡ് ബോഡി, അതായത് റൊട്ടേഷണൽ മോഷനിലെ ആ റിജിഡ് ബോഡി, ഒരു വലിയ ബോഡിക്കകത്ത് കുറേ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ആ പാർട്ടിക്കിൾസ് ഒക്കെ each body constituting the rigid body undergoes circular motion. Circular motion execute ചെയ്യുന്നതാണ്. അതായത് റൊട്ടേഷണൽ മോഷനിലെ അതായത് ഇപ്പോൾ ഒരു റൊട്ടേഷണൽ മോഷൻ സാധാരണ പറയാ ഒരു റിജിഡ് ബോഡികളാണ്, അതായത് കുറച്ച് വലിയ ബോഡീസിലാണ്, അതായത് പോയിന്റ് മാസസിനെ അല്ല. പോയിന്റ് മാസസ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിരിക്കും, ചെറിയ മാസ്, അതായത് അതിന്റെ പൊസിഷൻ തന്നെയാണ് അത് നമുക്കൊരു പോയിന്റ് ആയിട്ട് കാണിക്കാൻ പറ്റും. അതിനെയാണ് പോയിന്റ് മാസസ് എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റ് മാസസ് ആണ് ട്രാൻസ്ലേഷൻ മോഷനിലേക്ക് സാധാരണ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ റൊട്ടേഷണൽ മോഷൻ പറയുമ്പോൾ കുറച്ച് വലിയ മാസീവ് ആയിട്ടുള്ള, അതായത് കുറച്ചധികം പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയ റിജിഡ് ബോഡീസിലാണ് റൊട്ടേഷണൽ മോഷൻ സാധാരണ പറയാം. അപ്പോൾ ആ റിജിഡ് ബോഡികളിൽ കുറെ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അതിൽ ഓരോ പാർട്ടിക്കിൾസും സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ബോഡി അതിൻ്റെ അച്ചുതണ്ടിൽ കിടന്ന് കറങ്ങുകയാണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഷേപ്പുള്ള ഒരു ബോഡി അതിൻ്റെ നടുക്കിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസിൽ കിടന്ന് കറങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബോഡിയിൽ നമുക്ക് കുറേ ഡോട്ട്സ് ഇടാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ പേന കൊണ്ട് കുറേ ഡോട്ട്സ് ഇടാനായിട്ട് സാധിക്കും. ഈ ഡോട്ടുകളെല്ലാം ഓരോ പോയിന്റ് മാസസ് ആണ്. നമ്മൾ ഈ സ്പിൻ ചെയ്യുമ്പോൾ ഈ ഓരോ പോയിന്റ് ഇട്ട ഭാഗവും സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ റിജിഡ് ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഓരോ പാർട്ടിക്കിൾസും സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ ഓവറോൾ ആ ബോഡി റൊട്ടേഷണൽ മോഷൻ ആണ് നമ്മൾ പറയും. റൊട്ടേഷണൽ മോഷന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ ഇതിൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ടുള്ള ഓരോ പോയിന്റുകളും അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കിൾസും എക്സിക്യൂട്ട് ചെയ്യുന്നത് സർക്കുലാർ മോഷൻ ആണ്. അത് സർക്കുലാർ പാത്തിന്റെ മോഷനാണ് അത് അണ്ടർഗോ ചെയ്യുന്നത്. ഹെൻസ് സർക്കുലാർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആർ ക്ലോസ്ലി റിലേറ്റഡ്. അത് രണ്ടും കൺഫ്യൂസ് ചെയ്യുന്നതാണ്. അതായത് ആ റിജിഡ് ബോഡി ടോട്ടലി എക്സിക്യൂട്ട് ചെയ്യുന്നത് റൊട്ടേഷണൽ മോഷൻ ആണ്. ആ റിജിഡ് ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന കുഞ്ഞു സ്മോൾ പാർട്ടിക്കിൾസ്, മൈന്യൂട്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പോയിന്റ് മാസസ്, ആ മാസസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് സർക്കുലാർ മോഷൻ ആണ്. അപ്പൊ ഇവിടെ റൊട്ടേഷണൽ മോഷനും വരുന്നുണ്ട്, സർക്കുലാർ മോഷനും വരുന്നുണ്ട്. ബോഡി ഓൾ ടുഗദർ കണക്കാക്കുകയാണെങ്കിൽ, ആസ് എ വോൾ കണക്കാക്കുകയാണെങ്കിൽ റൊട്ടേഷണൽ മോഷൻ ആണ്. അതിന്റെ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സർക്കുലാർ മോഷൻ ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ മോഷൻ ഓഫ് ബ്ലേഡ്സ് ഓഫ് ദ സീലിംഗ് ഫാൻ. നിങ്ങൾക്ക് സീലിംഗ് ഫാൻ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവും, സാധാരണ ഉള്ള ഫാൻ. ആ ഫാനിലെ അതിൻ്റെ ലീവ്സ് അല്ലെങ്കിൽ ബ്ലേഡ്സ്, അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഈ റൊട്ടേഷണൽ മോഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഫാൻ അതിൻ്റെ പൊസിഷൻ മാറുന്നില്ല, അത് അവിടെ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാനിനെ സംബന്ധിച്ചിടത്തോളം അത് റൊട്ടേഷണൽ മോഷൻ ആണ്. പക്ഷെ ആ ബ്ലേഡിലെ ഫാനിന്റെ ബ്ലേഡിലെ അല്ലെങ്കിൽ ഫാനിന്റെ ലീഫിലെ ഓരോ പാർട്ടിക്കിൾസും എക്സിക്യൂട്ട് ചെയ്യുന്നത് സർക്കുലാർ മോഷൻ ആണ്. അതാണ് നേരത്തെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്, അപ്പോൾ എന്താണ് ആ ഡെഫിനേഷനും ഓരോ എക്സാമ്പിൾസും എല്ലാ ടൈപ്പിലും പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ഓസിലേറ്ററി മോഷൻ. Oscillatory motion is the to and fro motion of an object about a fixed point.
അതായത് ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും. മോഷൻ ഓഫ് ആൻ ഒബ്ജെക്റ്റ് അറൗണ്ട് എ ഫിക്സ്ഡ് പോയിന്റ്, ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടായിരിക്കും, അത് മിക്കവാറും സെന്ററിലായിരിക്കും. ആ പോയിന്റിന്റെ രണ്ട് വശത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ടൈപ്പ് ഓഫ് മോഷനെയാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പീരിയോഡിക് മോഷൻ. അതൊരു പീരിയോഡിക് മോഷൻ എന്ന് പറയുന്ന വേറൊരു വലിയ കാറ്റഗറിയാണ് അത്. പീരിയോഡിക് മോഷൻ ഡെഫിനിഷൻസ് ഒക്കെ ആയിട്ട് ഒരു ലാർജ് സെക്ഷൻ തന്നെയാണ്. അപ്പോൾ പീരിയോഡിക് മോഷന്റെ ഒരു ടൈപ്പാണ് ഈ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മോഷൻ റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ഇൻ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. അതായത് ടൈമിന്റെ റെഗുലർ ഇന്റർവെല്ലിൽ, ഫോർ എക്സാമ്പിൾ ഒരു 1 സെക്കൻഡ് കഴിയുമ്പോൾ ആ മോഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അതെങ്ങനെയാണോ മോഷൻ ചെയ്തുകൊണ്ടിരുന്നത് അതേ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. The motion gets repeated after regular interval of time. Example, oscillation of a pendulum. പെൻഡുലത്തിന്റെ ഓസിലേഷൻ അതിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, റാൻഡം മോഷൻ. Random motion is a motion in which the particles moves in a zigzag manner. സിക്സാഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യാം. ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. അതായത് ഒരു മോഷൻ ഒരു ഡയറക്ഷനും ഇല്ല. സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ അല്ല. സർക്കുലർ പാത്ത് ആണോ എന്ന് ചോദിച്ചാൽ അതല്ല. എങ്ങോട്ട് വേണമെങ്കിലും ഒരു ഓർഡറും ഇല്ലാതെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട്, ദിസ് കൈൻഡ് ഓഫ് മോഷൻ ഈസ് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഉള്ള ഈ ടൈപ്പ് ഓഫ് മോഷനെയാണ് റാൻഡം മോഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ഇൻ എ സിക്സാഗ് മാനർ ആൻഡ് ഇറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ. അതിന് എക്സാമ്പിൾ പറയുന്നത് മോഷൻ ഓഫ് ഹണി ബി. തേനീച്ച, അതായത് തേനീച്ച കൂടൊക്കെ നമ്മൾ ഉപദ്രവിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തേനീച്ച പറക്കുന്നത് പല ഡയറക്ഷനിലായിരിക്കും. എങ്ങനെ പറക്കും, എവിടേക്ക് വരും എന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് അത്തരത്തിലുള്ള മോഷൻസ്, അതായത് അതിന്റെ ഡയറക്ഷൻ മാറും, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. തോന്നിയ പോലെ സിക്സാഗ് ഡയറക്ഷനിൽ, സിക്സാഗ് മാനറിൽ വരുന്ന മോഷനെയാണ് റാൻഡം മോഷൻ എന്ന് പറയുന്നത്. Next, conceptual learning 2.2. Find out at least 2 examples for each type of motion. നമ്മളിപ്പോൾ 4 ടൈപ്പ് ഓഫ് മോഷൻ പറഞ്ഞു. അതിന് 4 ടൈപ്പിലും ഓരോ 2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കാണുന്ന പല ടൈപ്പ് ഓഫ് മോഷൻസ് കാണുന്നുണ്ട്. അതിലേതെങ്കിലും ഏതെങ്കിലും 2 എണ്ണം ഈ 4 ടൈപ്പിലും വരുന്ന രീതിയിൽ എഴുതാൻ പറ്റുമോ നിങ്ങൾ ചിന്തിക്കുക. What are the different types of motion associated with different parts of a bicycle in motion? അതായത് ഒരു സൈക്കിള് ചവിട്ടുകയാണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഏതൊക്കെ ടൈപ്പ് ഓഫ് മോഷൻ നമുക്ക് പറയാൻ പറ്റും. ബൈസൈക്കിൾ ചവിട്ടുകയാണെങ്കിൽ അവിടെ 2 ടൈപ്പ് ഓഫ് മോഷനും വരും. ട്രാൻസ്ലേഷണലും വരും, റൊട്ടേഷണലും വരും. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ ചവിട്ടുകയാണെങ്കിൽ അതായത് ടൈമിനനുസരിച്ച് അതിന്റെ പൊസിഷൻ മാറുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട് എന്ന് പറയാം. പിന്നെ അതിന്റെ വീല് നോക്കുകയാണെങ്കിൽ വീല് ഇങ്ങനെ അതിന്റെ ആക്സിസിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ വീലിനെ സംബന്ധിച്ചിടത്തോളം, വീലിലുള്ള പാർട്ടിക്കിൾസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൊസിഷൻ മാറുന്നില്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം, അവിടെ റൊട്ടേഷണൽ മോഷൻ ഉണ്ടെന്ന് പറയാം. പിന്നെ സൈക്കിൾ ഓടിക്കുന്നത് പല ഡയറക്ഷനിലൊക്കെയാണ് ഓടിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ റാൻഡം മോഷൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ എന്തായാലും 2 ടൈപ്പ് എന്തായാലും സൈക്കിളിന്റെ മോഷൻ അസോസിയേറ്റ് ചെയ്തതുണ്ട്. അതായത് ട്രാൻസ്ലേഷണൽ മോഷനും സർക്കുലാർ മോഷനും എന്തായാലും ഉണ്ട്. അതിന്റെ കൂടെ വേണമെങ്കിൽ റാൻഡം മോഷൻ സൈക്കിൾ ഓടിക്കുന്ന ആള് അനുസരിച്ച് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ്, സർക്കുലാർ മോഷൻ. The motion of a body along the circumference of a circle is called circular motion. അതായത് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിൽ, സർക്കിൾ വരയ്ക്കുമ്പോൾ അതിന്റെ സർക്കംഫറൻസിന് ചുറ്റുമുള്ള മോഷൻ ആണെങ്കിൽ നമുക്കതിനെ സർക്കുലാർ മോഷൻ എന്ന് വിളിക്കാം. In a circular, the direction of motion changes continuously. സർക്കുലാർ മോഷനിലെ ആ മോഷന്റെ ഡയറക്ഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ചേഞ്ചസ് കണ്ടിന്യൂസ്ലി.
When a particle, the direction of motion changes continuously. When a particle moves uniformly along a circle, the direction of its velocity changes constantly. അതിൻ്റെ മോഷൻ്റെ ഡയറക്ഷൻ മാറുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം the direction of velocity changes constantly, but its magnitude remains same. മാഗ്നിറ്റ്യൂഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അത് യൂണിഫോം മോഷൻ ആണെങ്കിൽ മാത്രം കേട്ടോ. അതായത് യൂണിഫോം മോഷൻ ആണ് എങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എപ്പോഴും ഓരോ ഇൻസ്റ്റന്റിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഓരോ ഇൻസ്റ്റന്റിലും മാറുന്നത് കൊണ്ടാണ് ആ ബോഡി ആ സർക്കുലർ മോഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നില്ലെങ്കിൽ ആ ഡയറക്ഷനിൽ ചേഞ്ച് വരുന്നില്ലെങ്കിൽ ആ ബോഡി സ്ട്രെയിറ്റ് ലൈനായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും സർക്കുലർ പാത്തിൽ ഓരോ പോയിന്റിലും അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ഓരോ പോയിന്റിലും വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. A circular motion is said to be uniform when a particle moves along a circular path with a constant speed. അതാണ് യൂണിഫോം സർക്കുലർ മോഷന്റെ ഡെഫിനിഷൻ. A circular motion is said to be uniform when a particle moves along a circular path with constant speed. The following parameters are required for the understanding of circular motion. സർക്കുലർ മോഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവാണ്. അപ്പം അതിൽ കുറേ ടേംസ് പരിചയപ്പെടാനുണ്ട്. ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ ആക്സിലറേഷൻ, അങ്ങനെ കുറേ ടേംസ് ഉണ്ട്. അപ്പം നെക്സ്റ്റ് സെക്ഷൻ ആ സർക്കുലർ മോഷനിൽ വരുന്ന ടേമുകളുടെ ഡെഫിനിഷനും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന കൺസെപ്റ്റുമാണ്. ഓക്കെ, നെക്സ്റ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ സർക്കുലർ മോഷനിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ്, അതായത് ലീനിയർ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണ്ടു. അതിന് പകരം സർക്കുലർ മോഷനിൽ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അതൊരു ആംഗിൾ ആയിരിക്കും, തീറ്റ എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. Consider a particle moving along the circumference of a circle of radius r with the center O. When the body moves from A to B in time t seconds and covers a distance s, angular displacement theta is the angle subtended at center O. അതായത് ഒരു പാർട്ടിക്കിള് ഈ സർക്കിളിൻ്റെ ഈ 6 റേഡിയസ് ആയിട്ടുള്ള ഈ സർക്കിളിൻ്റെ 6 റേഡിയസും O സെന്ററുമായിട്ടുള്ള ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെ ഒരു പാർട്ടിക്കിള് എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കുകയാണ് ടി സമയമെടുത്ത്. ആ സമയത്തിൽ അത് കവർ ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ എസ് എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് ഇവിടെ ഈ സർക്കിളിന്റെ സെന്ററിൽ സബ്ടെൻഡ് ചെയ്യുന്ന, അതായത് ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് ഒരു ബോഡി എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഒരു ആർക്ക് ലെങ്ത് സഞ്ചരിക്കണം. ഈ ആർക്കിന്റെ ലെങ്ത് എസ് ആണെങ്കിൽ ഈ എസ് എന്ന് പറയുന്ന ഈ ആർക്ക് ഈ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. തീറ്റ ഇസ് ഈക്വൽ ടു എസ് ബൈ ആർ, അതായത് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അതായത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അതായത് ആർക്കിന്റെ ലെങ്ത് ആണ് എസ്, സർക്കിളിന്റെ റേഡിയസ് ആണ് ആർ. അപ്പോൾ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഇതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്, എസ് ബൈ ആർ. The angle described by a body moving along a circular path in a given time is known as angular displacement.
ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെഫിനിഷൻ ആണത്. അതായത് എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? അതൊരു ആംഗിൾ ആണ്. ദ ആംഗിൾ ഡിസ്ക്രൈബ്ഡ് ബൈ എ ബോഡി മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത് ഇൻ എ ഗിവൺ ടൈം. ആ തന്ന സമയത്തില് ഒരു ബോഡി ഉണ്ടാക്കുന്ന സർക്കുലർ പാത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിളിനെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. The SI unit of angular displacement is radian. അത് നമ്മൾ ഓൾറെഡി കണ്ടു, ആംഗിളിന്റെ SI യൂണിറ്റ് റേഡിയൻ ആണ്.